ഈശോയിൽ പ്രിയരെ, എസ് മീഡിയ ലോഗോസ് ക്വിസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2025 ലോഗോസ് ക്വിസിന് വേണ്ടിയുള്ള പരിശീലനം ആരംഭിച്ച് ഇന്ന് 11ാം ദിനമാണ്. ഇന്ന് നമ്മൾ പ്രഭാഷകൻ്റെ പുസ്തകം 49 അധ്യായമാണ് പഠനത്തിനായി എടുത്തിരിക്കുന്നത്. 49 അധ്യായത്തിലെ പ്രധാന തലക്കെട്ട് എന്ന് പറയുന്നത് ഇസ്രായേലിലെ മറ്റ് മഹാന്മാർ എന്നതാണ്. അപ്പം 49 അധ്യായത്തിൽ ആകെ 16 വാക്യങ്ങൾ മാത്രമാണ് ഉള്ളത്. ഒരൊറ്റ തലക്കെട്ടുകയേ ഉള്ളൂ, ഇസ്രായേലിലെ മറ്റ് മഹാന്മാർ എന്ന് പറഞ്ഞുകൊണ്ട്. നമ്മുടെ പഴയ നിയമ പുസ്തകത്തിലെ മിക്ക മഹാന്മാരെക്കുറിച്ചും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ജോസിയ തുടങ്ങി നമ്മുടെ ആദ്യ മാതാപിതാക്കൾ ആയ ആദത്തിൽ വന്ന് നിൽക്കുന്നുണ്ട്. ആദ്യ പിതാവായിട്ടുള്ള ആദത്തിലും വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പം നമുക്ക് ഓരോ ചോദ്യങ്ങളിലേക്കും പ്രവേശിക്കാം. ഇസ്രായേലിലെ മഹാന്മാരെക്കുറിച്ച് 49 അധ്യായത്തിൽ വർണ്ണിക്കുന്ന പ്രഭാഷകൻ ആദ്യമായി എഴുതുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം ജോസിയ. അടുത്ത ചോദ്യം, ആരുടെ സ്മരണയാണ് വിദഗ്ധമായി ചേർത്തൊരുക്കിയ സുഗന്ധക്കൂട്ട് പോലെ പരിമളമായിട്ടുള്ളത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ജോസിയായുടെ. അടുത്ത ചോദ്യം, ജോസിയായുടെ സ്മരണ നാവിന് ഏതുപോലെ എന്നാണ് പ്രഭാഷകൻ പറയുക? ഉത്തരം തേൻ പോലെ. അടുത്ത ചോദ്യം, ജോസിയായുടെ സ്മരണ നാവിന് തേൻ പോലെ എന്ന് വിലയിരുത്തുന്ന പ്രഭാഷകൻ വീഞ്ഞ സൽക്കാരത്തിൽ അതെപ്രകാരമാണെന്നാണ് പറയുന്നത്? ഉത്തരം സംഗീതം പോലെ. അടുത്ത ചോദ്യം, ഉത്തമ മാർഗത്തിൽ ചരിച്ച വ്യക്തി ആരെന്നാണ് പ്രഭാഷകൻ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്? ഉത്തരം ജോസിയ. അടുത്ത ചോദ്യം, ഉത്തമ മാർഗത്തിൽ ചരിച്ച ജോസിയ മാനസാന്തരപ്പെടുത്തിയത് ആരെയാണ്? ഉത്തരം ജനത്തെ. അടുത്ത ചോദ്യം, ഉത്തമ മാർഗത്തിൽ ചരിച്ച ജോസിയ ജനത്തെ മാനസാന്തരപ്പെടുത്തി നീക്കിക്കളഞ്ഞത് എന്താണ്? ഉത്തരം പാപത്തിൻ്റെ മ്ലേച്ഛത. അടുത്ത ചോദ്യം, ഉത്തമ മാർഗത്തിൽ ചരിച്ച് ജനത്തെ മാനസാന്തരപ്പെടുത്തി പാപത്തിൻ്റെ മ്ലേച്ഛത നീക്കിക്കളഞ്ഞ ജോസിയ കർത്താവിൽ ഉറപ്പിച്ചത് എന്താണ്? ഉത്തരം ഹൃദയം. അപ്പം നമ്മൾ പ്രഭാഷകൻ്റെ പുസ്തകം 49 അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ജോസിയെക്കുറിച്ചുള്ള ഒരു വിവരണങ്ങളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതിൽ 4ാം വാക്യം എത്തുമ്പം നമ്മുടെ ദാവീദിനെക്കുറിച്ചും ഹെസക്കിയായെക്കുറിച്ചും ഒക്കെ അവരുടെ പേരിങ്ങനെ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ ജോസിയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അടുത്ത ചോദ്യം, കർത്താവിൽ തൻ്റെ ഹൃദയം ഉറപ്പിച്ച ജോസിയ ദുഷ്ടരുടെ നാളുകളിൽ ബലപ്പെടുത്തിയത് എന്തായിരുന്നു? ഉത്തരം ദൈവഭക്തി. ഇപ്പം നമ്മൾ 49 അധ്യായം 3ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, അവൻ ഹൃദയം കർത്താവിൽ ഉറപ്പിച്ചു, ദുഷ്ടരുടെ നാളുകളിൽ അവൻ ദൈവഭക്തി ബലപ്പെടുത്തി. അപ്പോൾ ആരുടെ നാളുകളിലാണ് ജോസിയ ദൈവഭക്തി ബലപ്പെടുത്തിയത്? ദുഷ്ടരുടെ നാളുകളിലാണ് ബലപ്പെടുത്തിയതെന്നും ജോസിയയുടെ ഹൃദയം ആരിലാണ് ഉറപ്പിക്കപ്പെട്ടത് എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? കർത്താവിൽ ഉറപ്പിക്കപ്പെട്ടു എന്നതും. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. പാപത്തിൽ മുഴുകാത്ത 3 പേരെക്കുറിച്ച് പ്രഭാഷകൻ 49 അധ്യായത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ആരാണ് ഈ 3 മഹാന്മാർ? പാപത്തിൽ മുഴുകാത്തവരായിട്ട് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ദാവീദ്, ഹെസക്കിയ, ജോസിയ. ഈ 3 പേരെക്കുറിച്ചാണ് പ്രഭാഷകൻ 49 അധ്യായം 4ാം വാക്യത്തിൽ പ്രതിപാദിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. അത്യുന്നതൻ്റെ നിയമം അവർ നിരസിച്ചു, അങ്ങനെ യൂദാ വംശം അസ്തമിച്ചു. എന്നാൽ അത്യുന്നതൻ്റെ നിയമം നിരസിക്കാത്തവരായി പാപത്തിൽ മുഴുകാത്തവരായി കണ്ട 3 പേർ ആരെല്ലാം? ഈ രീതിയിലും ചോദ്യം വരാം. അങ്ങനെ ആകുമ്പോൾ ഉത്തരം ദാവീദ്, ഹെസക്കിയ, ജോസിയ എന്ന് നമുക്ക് പറയാം. ഇതിനെ മറ്റൊരു രീതിയിൽ അപ്പോൾ ആ ഒരു വാക്യത്തിൽ നിന്നുള്ള അടുത്തൊരു ചോദ്യം നമുക്ക് ഇങ്ങനെ പ്രതീക്ഷിക്കാം. അത്യുന്നതൻ്റെ നിയമം നിരസിച്ചത് വഴി അസ്തമിച്ച രാജവംശത്തെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഏതാണ്? ഉത്തരം യൂദാ വംശം. നമ്മൾ ഇത് കാണുന്നുണ്ട്. അങ്ങനെ യൂദാ രാജവംശം അസ്തമിച്ചു. അപ്പോൾ ഏത് രാജവംശം അസ്തമിച്ചു എന്നാണ് പറയുന്നത്? യൂദാ രാജവംശം അസ്തമിച്ചു. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അത്യുന്നതൻ്റെ നിയമം നിരസിച്ചത് വഴി അസ്തമിച്ച യൂദാ രാജവംശം മറ്റുള്ളവർക്ക് അടിയറ വെച്ചത് എന്താണ്? ഉത്തരം അധികാരമാണ്. ഇത് നമുക്ക് ആ 4ാം വാക്യത്തിൽ 5ാം വാക്യത്തിൽ കാണാൻ പറ്റും. അവർ അധികാരം മറ്റുള്ളവർക്ക് അടിയറ വെച്ചു. ഈ അവർ എന്ന് പറയുന്നത് യൂദാ വംശം തന്നെയാണ്. എങ്ങനത്തെ യൂദാ വംശമാണത്? അത്യുന്നതൻ്റെ നിയമം നിരസിച്ചത് വഴി അസ്തമിച്ച യൂദാ വംശം. അങ്ങനെയാണ് പ്രഭാഷകൻ യൂദാ വംശത്തെ വിശേഷിപ്പിക്കുന്നത്.
അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അത്യുന്നതിന് നിയമം നിരസിച്ചതിൻ്റെ ഫലമായി അസ്തമിച്ചു പോയ യൂദാവംശം അന്യജനതയ്ക്ക് അടിയറവ് വെച്ചത് എന്തായിരുന്നു? ഉത്തരം തങ്ങളുടെ മഹത്വം. നമ്മളത് കാണുന്നുണ്ട് 5-ാം വാക്യത്തിൽ. അവർ അധികാരവും മറ്റുള്ളവർക്ക് അടിയറ വെച്ചു, തങ്ങളുടെ മഹത്വം അന്യജനതയ്ക്ക്. അപ്പം അന്യജനതയ്ക്ക് യൂദാവംശം അടിയറവ് വെച്ച എന്താണ്? തങ്ങളുടെ മഹത്വമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആര് പ്രവചിച്ചതുപോലെയാണ് അന്യജനത വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് തീ വെച്ചത്? ഉത്തരം ജെറമിയ. അപ്പോൾ ജെറമിയ പ്രവചിച്ച പോലെയാണ് എന്ത് ചെയ്യുന്നത്? അന്യജനത വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് തീ വെച്ചത്. നമ്മൾ 49 6-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. ജെറമിയ പ്രവചിച്ചതുപോലെ ആ ജനത വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് തീ വെച്ചു. അപ്പം ഇതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്? ജെറമിയ ആര് പ്രവചിച്ചതുപോലെ? ജെറമിയ പ്രവചിച്ചതുപോലെ ആ ജനത വിശുദ്ധ മന്ദിരം സ്ഥിതി ചെയ്യുന്ന ഏത് നഗരത്തിന് ഏത് നഗരത്തിന് തീ വെച്ചു? തിരഞ്ഞെടുക്കപ്പെട്ട നഗരത്തിന് തീ വെച്ചു, അതിൻ്റെ തെരുവുകൾ ശൂന്യമാക്കി. ഇതാണ് 6-ാം വാക്യം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ ആരെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ജെറമിയ. അടുത്ത ചോദ്യം. അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ജെറമിയ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്തിനു വേണ്ടിയായിരുന്നു? ഉത്തരം പിഴുതെറിയുവാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്താനും നട്ടുവളർത്താനും വേണ്ടി. നമുക്കത് വാക്യം 49:7 നോക്കാം. പിഴുതെറിയുവാനും പീഡിപ്പിക്കാനും നശിപ്പിക്കാനും പണിതുയർത്തുവാനും നട്ടുവളർത്താനും വേണ്ടി അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ് ജെറമിയ. അവനെ അവർ പീഡിപ്പിച്ചു. ഇതാണ് 7-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. അടുത്ത ചോദ്യം. ജെറമിയ പ്രവാചകന് ശേഷം പ്രഭാഷകൻ എഴുതിയിരിക്കുന്നത് ആരെക്കുറിച്ചാണ്? ഉത്തരം എസക്കിയേലിനെ കുറിച്ചാണ്. എസക്കിയേലും ഒരു പ്രവാചകനാണ്. അടുത്ത ചോദ്യം. കെരൂബുകളുടെ രഥത്തിന് മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം ദർശിക്കാൻ ഭാഗ്യം ലഭിച്ച പ്രവാചകനായി നമ്മുടെ പ്രഭാഷകൻ കാണിക്കുന്നത് ആരെയാണ്? ഉത്തരം എസക്കിയേലിനെയാണ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ദൈവം ശത്രുക്കളുടെ മേൽ അയച്ചത് എന്തെന്നാണ് പ്രഭാഷകൻ 49-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഉത്തരം കൊടുങ്കാറ്റിനെ. അടുത്തൊരു ചോദ്യം ഇപ്രകാരമാണ്. ശത്രുക്കളുടെ മേൽ കൊടുങ്കാറ്റ് അയച്ച ദൈവം നന്മ ചെയ്തത് ആർക്കായിരുന്നു? ഉത്തരം നീതിയുടെ മാർഗത്തിൽ ചരിച്ചവർക്കാണ് അവിടുന്ന് നന്മ ചെയ്തത്. നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ എന്നാണ് പ്രഭാഷകൻ പ്രത്യാശിക്കുന്നത്? ഉത്തരം 12 പ്രവാചകന്മാരുടേത്. 49-ാം അധ്യായം 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 12 പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്നും പുനർജീവിക്കട്ടെ. അവർ യാക്കോബിൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ എത്ര പ്രവാചകന്മാരുടെ അസ്ഥികളെക്കുറിച്ചാണ് 49:10 പറയുന്നത്? അസ്ഥികൾ കുടീരങ്ങൾ പുനർജീവിക്കട്ടെ. 12 പ്രവാചകന്മാരുടെ. അവർ ആരുടെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകുകയും രക്ഷിക്കുകയും ചെയ്തു എന്നാണ് പ്രഭാഷകൻ. അതായത് അവർ എന്ന് പറയുന്നത് ഈ 12 പ്രവാചകന്മാരുടെ അസ്ഥികൾ കുടീരങ്ങളിൽ നിന്ന് പുനർജീവിക്കട്ടെ എന്ന് പറഞ്ഞില്ലേ? അപ്പം അവർ ആരുടെ ജനത്തെ ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്? ഉത്തരം യാക്കോബിൻ്റെ. അല്ലെ നമുക്ക് മറ്റൊരു രീതിയിൽ ഇത് പറയാം. കുടീരങ്ങളിൽ നിന്ന് അസ്ഥികൾ പുനർജീവിക്കട്ടെ എന്ന പ്രഭാഷകൻ ആഗ്രഹിക്കുന്ന 12 പ്രവാചകന്മാർ ആരെയാണ് ആശ്വസിപ്പിക്കുകയും ഉറച്ച പ്രത്യാശ നൽകി രക്ഷിക്കുകയും ചെയ്തത്? ഉത്തരം യാക്കോബിൻ്റെ ജനത്തെ. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ആരുടെ മഹത്വമാണ് എങ്ങനെ വർണ്ണിക്കുമെന്ന് പ്രഭാഷകൻ ചോദിക്കുക? ഉത്തരം സെറുബാബേലിൻ്റെ. ഇപ്പം അടുത്ത ആളിലേക്ക് നമ്മൾ പ്രവേശിച്ചു. സെറുബാബേൽ. ആദ്യം നമ്മൾ ജോസിയായെ കണ്ടു, പിന്നെ ദാവീദ്, ഹെസക്കിയ, ജെറമിയ, എസക്കിയേലും യാക്കോബിനെയും കണ്ടു. ഇനി അടുത്ത വ്യക്തിയിലേക്ക് പ്രവേശിക്കുകയാണ് സെറുബാബേൽ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സെറുബാബേലിൻ്റെ മഹത്വം എങ്ങനെ വർണ്ണിക്കുമെന്ന് ചോദിക്കുന്ന പ്രഭാഷകൻ അവൻ ഏതുപോലെ എന്നാണ് വർണ്ണിക്കുക? ഉത്തരം വലത് കൈയിലെ മുദ്രമോതിരം പോലെ. അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. യഹോസദാക്കിൻ്റെ പുത്രൻ്റെ പേര് എന്തെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? യശൂവ. ആരാണ്? യശൂവ എന്നാണ്. അപ്പം നമ്മൾ 12-ാം വാക്യത്തിൽ കാണുന്നുണ്ട് യഹോസദാക്കിൻ്റെ പുത്രനായ യശൂവായും അങ്ങനെ തന്നെ. അപ്പം യശൂവായുടെ പിതാവാര്? യഹോസദാക്ക്. ഓക്കെ, അപ്പം അങ്ങനെ തിരിച്ചും ചോദിക്കാം. അടുത്ത ചോദ്യമാണ്. സെറുബാബേലിനെ പോലെ പ്രഭാഷകൻ കാണുന്നത് ആരെയാണ്? ഉത്തരം യശൂവായെ. കാര്യം അതുപോലെ തന്നെ പറയുന്നത് യഹോസദാക്കിൻ്റെ പുത്രനായ യശൂവായും അങ്ങനെ തന്നെ എന്ന് പറയുമ്പം അതുപോലെ തന്നെയാണ് പുത്രനെ പിതാവിനെ കാണുന്ന പോലെ തന്നെയാണ് കാണുന്നത് എന്നാണ്.
അടുത്ത ചോദ്യം, സെറുബാബേലും യെശുവായും തങ്ങളുടെ നാളുകളിൽ പണിതത് എന്തെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ആലയം. ഓക്കെ, നമ്മൾ അതിൽ കാണുന്നുണ്ട്, അവർ തങ്ങളുടെ നാളുകളിൽ ആലയം പണിതു, കർത്താവിൻ്റെ നിത്യമഹത്വത്തിനു വേണ്ടി വിശുദ്ധ മന്ദിരം പണിതുയർത്തിയെന്നും നമ്മളതിൽ കാണുന്നുണ്ട്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സെറുബാബേലും യെശുവായും തങ്ങളുടെ നാളുകളിൽ പണിതുയർത്തിയ ആലയം അഥവാ വിശുദ്ധ മന്ദിരം എന്തിനു വേണ്ടി എന്നാണ് പ്രഭാഷകൻ മനസ്സിലാക്കുന്നത്? ഉത്തരം കർത്താവിൻ്റെ നിത്യമഹത്വത്തിനു വേണ്ടി എന്നാണ്. അടുത്തൊരു ചോദ്യം, ജോസിയയുടെ സ്മരണ പരിമളപൂരിതമാണെന്ന് വിലയിരുത്തുന്ന പ്രഭാഷകൻ ആരുടെ സ്മരണയാണ് ശാശ്വതമെന്ന് പറയുന്നത്? ഉത്തരം നെഹമ്യായുടെ. അടുത്ത ചോദ്യം, നെഹമ്യ പടുതുയർത്തിയത് എന്തെന്നാണ് പ്രഭാഷകൻ എഴുതുന്നത്? ഉത്തരം വീണുപോയ കോട്ടകൾ. അടുത്ത ചോദ്യം, വീണുപോയ കോട്ടകൾ പടുതുയർത്തിയ നെഹമ്യ നിർമ്മിച്ചത് എന്താണ്? ഉത്തരം വാതിലുകളും ഓടാമ്പലുകളും. അടുത്ത ചോദ്യം, വീണുപോയ കോട്ടകൾ പടുതുയർത്തിയ വാതിലുകളും ഓടാമ്പലുകളും നിർമ്മിച്ച നെഹമ്യ പുനരുദ്ധരിച്ചത് എന്തായിരുന്നു? ഉത്തരം വീണുപോയ വീടുകൾ. അപ്പോൾ നമ്മളത് ഭയങ്കരമായിട്ട് നോട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. വീണുപോയ കോട്ടകൾ പടുതുയർത്തിയപ്പോൾ നെഹമ്യ നിർമ്മിച്ചത് വാതിലുകൾ ഓടാമ്പലുകളും, വീണുപോയ കോട്ടകൾ പടുതുയർത്തിയപ്പോൾ നെഹമ്യ എന്താണ് പുനരുദ്ധരിച്ചത്? വീണുപോയ വീടുകളാണ്. ഓക്കെ ആയാലും ഭൂമുഖത്ത് നമ്മൾ ആ ഒരു 49:13 നോക്കിയാൽ, നെഹമ്യയുടെ സ്മരണയെ ശാശ്വതമാണ്, അവൻ നമുക്ക് വേണ്ടി വീണുപോയ കോട്ടകൾ പടുതുയർത്തി വാതിലുകളും ഓടാമ്പലുകൾ നിർമ്മിക്കുകയും വീണുപോയ വീടുകൾ പുനരുദ്ധരിക്കുകയും ചെയ്തു. അപ്പം കോട്ടകൾ പടുതുയർത്തി വാതിലുകൾ ഓടാമ്പലുകൾ നിർമ്മിച്ചിട്ട് എന്ത് പുനരുദ്ധരിച്ചു? വീടുകൾ പുനരുദ്ധരിച്ചു. ഈ രീതിയിലാണ് കാണേണ്ടത്. അടുത്ത ചോദ്യം, ഭൂമുഖത്ത് ആർക്ക് തുല്യനായി ആരും ഉണ്ടായിട്ടില്ലെന്ന അഭിപ്രായമാണ് പ്രഭാഷകനുള്ളത്? ഉത്തരം ഹെനോക്കിന്. നമ്മൾ കാണുന്നുണ്ട്, ഹെനോക്കിന് തുല്യനായ ആരും ഭൂമുഖത്ത് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അവൻ ഭൂമിയിൽ നിന്നും സംവഹിക്കപ്പെട്ടു. അപ്പോൾ അടുത്തൊരു ചോദ്യം ചോദിക്കാം നമുക്ക്. ഭൂമിയിൽ നിന്നും സംവഹിക്കപ്പെട്ടതായിട്ട് പ്രഭാഷകൻ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ സൂചിപ്പിക്കപ്പെടുന്ന വ്യക്തി ആര് എന്ന് ചോദിച്ചാൽ അതേതാണ്? നമ്മുടെ ഹെനോക്കാണ് ഭൂമിയിൽ നിന്നും സംവഹിക്കപ്പെട്ടു എന്ന് കാണുന്നത്. അടുത്തൊരു ചോദ്യം ഇതാണ്, പ്രഭാഷകൻ്റെ അഭിപ്രായത്തിൽ ആരെപ്പോലെ ഏത് വ്യക്തിയെപ്പോലെ ആരും ജനിച്ചിട്ടില്ല എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ജോസഫിനെ പോലെ. അടുത്തൊരു ചോദ്യം ഇപ്രകാരമാണ്, ആരുടെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു എന്നാണ് പ്രഭാഷകൻ 49:15 പറയുന്നത്? ഉത്തരം ജോസഫിൻ്റെ അസ്ഥികൾ. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ജോസഫിൻ്റെ എന്തുപോലും സൂക്ഷിക്കപ്പെടുന്നു എന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ഉത്തരം ജോസഫിൻ്റെ അസ്ഥികൾ. പല രീതിയിൽ ചോദ്യങ്ങൾ വരാം. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ബഹുമാനിതരായ പ്രഭാഷകൻ 49 അധ്യായത്തിൽ കാണുന്നത് ആരെയാണ് ബഹുമാനിതരായിട്ട്? ഉത്തരം ഷേം, സേത്ത്. അടുത്തൊരു ചോദ്യം, ഷെയിം, സേത്ത് എന്നിവരെ ബഹുമാനിതരായി കാണുന്ന പ്രഭാഷകൻ സൃഷ്ടികളെക്കാളെല്ലാം ഉപരിയായി ബഹുമാനിതനാണെന്ന് പറയുന്നത് ആരെയാണ്? ഉത്തരം ആദത്തെ. കണ്ട സൃഷ്ടികളിലെല്ലാം വെച്ച് ഏറ്റവും ബഹുമാനിതൻ ആരെന്നാണ് പ്രഭാഷകൻ പറയുന്നത്? ആദത്തെയാണ് പറയുന്നത്. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. പ്രഭാഷകന്റെ പുസ്തകം 49 അധ്യായത്തിൻ്റെ ആരംഭത്തിൽ ജോസിയായെ സ്മരിക്കുന്ന പ്രഭാഷകൻ അവസാനം സ്മരിക്കുന്നത് ആരെയാണ്? ഉത്തരം ആദത്തെയാണ്. അപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു, പ്രഭാഷകൻ്റെ പുസ്തകം 49 അധ്യായത്തിൽ ആകെ ഒരു തലക്കെട്ടേ ഉള്ളൂ, ആകെ 16 വാക്യങ്ങളാണുള്ളത്. പ്രഭാഷകൻ്റെ പുസ്തകം 49 അധ്യായത്തിൽ ഏക തലക്കെട്ട് എന്തായിരുന്നു? ഇസ്രായേലിലെ മറ്റു മഹാന്മാർ എന്ന് പറഞ്ഞാണ്. അപ്പം ഏകദേശം എത്ര മഹാന്മാരെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? 1 ജോസിയായെക്കുറിച്ച്, 2 ദാവീദ്, 3 ഹെസക്കിയ, പിന്നെ 4 ജെറമിയ, 5 എസക്കിയേൽ, 6 യാക്കോബ്, 7 സെറുബാബേൽ, 8 യഹോസദാക്ക്, 9 യെശുവ, 10 നെഹമ്യ, 11 ഹെനോക്ക്, 12 ജോസഫ്, 13 ഷേം, 14 സേത്ത്, 15 ആദം. അങ്ങനെ 15 വ്യക്തികളുടെ പേര് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ 49 അധ്യായത്തിൽ മഹാന്മാരെന്ന രീതിയിൽ പറയുന്നുണ്ട്. അപ്പം ഇന്നത്തെ ദിവസം നമ്മുടെ ഈ 49 ബന്ധപ്പെട്ടുള്ള വാക്യങ്ങൾ ഇതൊക്കെയാണ്, ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. ഇനി ഇതുമായി ബന്ധപ്പെട്ട സമാന വാക്യങ്ങൾ ഫുട് നോട്ടിൽ കൊടുത്തിട്ടുണ്ട്. 49 അധ്യായത്തിൽ 7-ാം വാക്യം, പിഴുതെറിയുവാനും പീഡിപ്പിക്കുവാനും നശിപ്പിക്കുവാനും പണിതുയർത്തുവാനും നട്ടുവളർത്തുവാനും വേണ്ടി അമ്മയുടെ ഉദരത്തിൽ
വെച്ച് തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകനാണ് ജെറമിയ. അപ്പോൾ ഈ ഒരു സെയിം വാക്യം തന്നെ നമ്മൾ ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യത്തിൽ സെയിം ഇതേ പിഴുതെറിയുവാനും നശിപ്പിക്കുവാനും എന്ന് പറഞ്ഞൊരു വാക്യം 1-ാം അധ്യായത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് വായിച്ചു നോക്കുക. 1-ാം അധ്യായം 5-ാം വാക്യത്തിലും. ഇനി അടുത്ത അതുപോലെ തന്നെ പ്രഭാഷകന്റെ പുസ്തകം 49-ാം അധ്യായം 8-ാം വാക്യം, കെരൂബുകളുടെ രഥത്തിന് മുകളിൽ ദൈവം വെളിപ്പെടുത്തിയ മഹത്വം എസക്കിയേൽ ദർശിച്ചു. ഇപ്പോൾ ഈ ഒരു എസക്കിയേലിന് ലഭിച്ച ഒരു ദർശനമാണ്. എസക്കിയേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ ആ ദർശനത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. ഇനി അടുത്തത് 49-ാം അധ്യായം 11-ാം വാക്യം, സെറൂബാബേലിൻ്റെ മഹത്വം എങ്ങനെ വർണ്ണിക്കും, വലത് കൈയിൽ മുദ്രമോതിരം പോലെയാണ് അവൻ. അപ്പോൾ ഈ സെറൂബാബേലിനെ കുറിച്ചുള്ള ആ കാര്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഹഗായിയുടെ പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യത്തിലാണ് കാണാനായിട്ട് സാധിക്കുന്നത്. ഇനി 49-ാം അധ്യായം 12-ാം വാക്യമുണ്ട്. യഹോസദാക്കിൻ്റെ പുത്രനായ യെശുവായും അങ്ങനെ തന്നെ. അവർ തങ്ങളുടെ നാളുകളിൽ ആലയം പണിതു, കർത്താവിൻ്റെ നിത്യമഹത്വത്തിന് വേണ്ടി വിശുദ്ധ മന്ദിരം പണിതുയർത്തിയെന്ന് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. 49:12 എസ്ര 3-ാം അധ്യായം 2 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് നമുക്കതിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ എസ്രയുടെ പുസ്തകം തന്നെ 18-ാം അധ്യായം 49-13 വരെയുള്ള വാക്യത്തിലും ഇത് കാണാം. നെഹമിയയുടെ പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യത്തിലും ഇത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം നെഹമിയയുടെ പുസ്തകം തന്നെ 7-ാം അധ്യായം 1-ാം വാക്യത്തിലും ഈ ഒരു കാര്യം കാണുവാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ അടുത്തൊരു സമാന വാക്യം കാണുന്നത് 49-ാം അധ്യായം 14-ാം വാക്യം, ഹെനോക്കിന് തുല്യനായ ആരും ഭൂമുഖത്തുണ്ടായിട്ടില്ല, അവൻ ഭൂമിയിൽ നിന്നും സംവഹിക്കപ്പെട്ടു എന്നുള്ളത്. ഹെനോക്കിനെ പറ്റി പ്രതിപാദിക്കുന്ന നമുക്കറിയാം ഉൽപ്പത്തിയുടെ പുസ്തകമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഹെനോക്കിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പുതിയ നിയമത്തിൽ ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 5-ാം വാക്യത്തിലും നമുക്ക് ഈ ഹെനോക്കിനെ കുറിച്ചുള്ളൊരു പരാമർശം കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. തുടർന്ന് 49-ാം അധ്യായം 15-ാം വാക്യം, ജോസഫിനെ പോലെ ആരും ജനിച്ചിട്ടില്ല, അവൻ്റെ അസ്ഥികൾ സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ള ആ ഒരു വിവരണം ഉൽപ്പത്തിയുടെ പുസ്തകം നമുക്കറിയാം. ജോസഫിനെ കുറിച്ചും പരാമർശിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ തന്നെയാണ്. 42-ാം അധ്യായം 47-ാം വാക്യത്തിലും അതുപോലെ തന്നെ 50-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യത്തിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ തുടർന്ന് ഏറ്റവും അവസാനത്തെ വാക്യം പ്രഭാഷകൻ 49:16 വാക്യം, ഷേമും സേത്ത് ബഹുമാനിതരാണ്, സൃഷ്ടികളെക്കാൾ ഉപരിയായി ആദവും. സൃഷ്ടികൾ എല്ലാത്തിനേക്കാൾ ഉപരിയായി ആദവും. ഇതിന് സമാനമായിട്ട് നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 26-ാം വാക്യവും 5, 3, 6, 8 വാക്യങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു വിവരണം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പം ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു. സമാന വാക്യങ്ങൾ കണ്ടു, 15ഓളം വരുന്ന മഹാന്മാരുടെ പേരുകൾ കണ്ടു, അവരെ പ്രഭാഷകൻ വിശേഷിപ്പിച്ചിരിക്കുന്ന വിശേഷണങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ പഴയ നിയമ പുസ്തകങ്ങളിൽ പറഞ്ഞ അതേ വാക്യത്തിന് സമാനമായ വാക്യങ്ങൾ തന്നെയാണ് പ്രഭാഷകനും എടുത്ത് എഴുതിയിരിക്കുന്നതെന്ന് നമുക്ക് സമാന വാക്യങ്ങൾ നോക്കുമ്പം കൂടുതൽ വ്യക്തമാകും. അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നാളെ നമ്മുടെ പ്രഭാഷകൻ്റെ പുസ്തകം 50-ാം അധ്യായത്തിലേക്ക്, അതായത് പ്രഭാഷകൻ്റെ അവസാന ആ ഒരു അധ്യായത്തിലേക്ക്, നമ്മുടെ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അവസാന അധ്യായം 50 ടോട്ടൽ 51 ഉണ്ടെങ്കിൽ 50 വരെ നമ്മൾ പഠിക്കുന്നുള്ളൂ. 50-ാം അധ്യായം നാളെയാണ്. നമ്മുടെ 12-ാം ദിവസം കൊണ്ട് നമ്മൾ പ്രഭാഷകൻ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പം എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ്സുകൾ കേൾക്കുക, വിശുദ്ധ ഗ്രന്ഥ അരികിൽ വെച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.